അയ്യപ്പ വിളക്കായിരുന്നു. ആണോ? ഓക്കെ ഓക്കെ. കണ്ണൂർക്കാരൻ DGRനെ ഹലോ എന്ന് പറയുന്നുണ്ട്. പനി മാറിയോന്ന്? എവിടെ ചുമച്ചിരിക്കും. ശ്രീത്താണോ? പനി മാറിയൊന്നുമില്ല. പിന്നെ ഞങ്ങളിപ്പോ ഇച്ചിരി ആക്റ്റീവായിട്ട് ഇരിക്കും. എനിക്ക് ടൈമില്ല ചേട്ടാ, പോവാണ്, നാട്ടിലെത്തി, ഞാൻ നാളെ വിളിക്കും എന്ന് പറഞ്ഞു. ഓക്കെ ചേട്ടാ, ഒരുപാട് സന്തോഷം. ഇങ്ങനെ വണ്ടി യാത്രക്കിടയിൽ നമ്മളെ ഓർത്ത് നമ്മുടെ ലൈവ് വരുന്നുണ്ടല്ലോ, അതിലെ കൂടുതൽ എന്ത് സന്തോഷം. തൃശ്ശൂർ മലപ്പുറമാണ്, തൃശ്ശൂരിന്റെ അതിർത്തിയായി വരും എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, എവിടെ ആയാലും കുഴപ്പമില്ല. കിളി പോയ കാര്യമല്ല, കിളികൾ പോയ കാര്യമാണെന്ന് മോഹനേട്ടൻ പറയുന്നുണ്ട്. മോഹനേട്ടാ സുഖമാണോ തേജസ് എന്ന് ചോദിക്കുന്നുണ്ട്. ചേതസിന് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് DGR. ഞാൻ അന്വേഷിച്ച് പറയാമെന്ന് ശ്രീറാം. ഓക്കെ ശ്രീറാം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അധികം ഇവിടെ നിന്നാൽ ഫൈൻ അടിക്കും. ഓക്കെ ചേതസ്, കൂടുതൽ എന്നും വേണ്ട നമുക്ക്, ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്, സന്തോഷം. അല്ല സബിതയാണ് കേട്ടോ. സബിതയാണോ? ഹായ് സബിത. എന്റെ ഉണ്ണി ഉറങ്ങിയോ? ഇല്ലെന്ന് ഉറങ്ങിയോ? അല്ല, എന്റെ ഉണ്ണിയോള്. എനിക്കത് അവരുടെ ഭാഷ നല്ല രസമാണ് കേട്ടോണ്ടിരിക്കാൻ. അതേ കണക്ക് നമ്മുടെ ഒനാലില്ലേ, ഒനാലിന്റെ അതേ 2 തൃശ്ശൂരാന്ന് തോന്നുന്നു. സൂപ്പർ. നിങ്ങൾ രണ്ടാളുടെ വോയിസ് നല്ല രസമാണ്. തൃശ്ശൂരാണെങ്കിൽ എന്റെ പൊന്ന് ശ്രീയെ ഋഷാടെ പെട്ടെന്ന് അങ്ങോട്ട് വരും. അതാ ഞാൻ എണ്ണം വീശിയിട്ട് വരാതെ, വീശണ്ട, അവിടെ ഇരുന്നാ മതി. ഗുഡ് നൈറ്റ് പോയി എന്ന് പറയുന്നുണ്ട്. ഓക്കെ ചേതസേ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം കേട്ടോ. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വരുന്നത്? അനിയൻ എന്നുള്ള അല്ല, റോസി ലൗഡ് സ്പീക്കർ അല്ല സിനിമ, അത് റീമേക്ക് ചെയ്തതാ. ഫിലിം നെയിം എന്ന് പറയുന്നത് റോസി. സമയമില്ലാത്ത സമയത്ത് നമ്മുടെ ഷാഫി പോയോ? ഹായ് കാർച്ചാൽ ഇന്ന് എത്ര മണിക്കാ ലൈവ്? അതൊന്നും ഇല്ലയോ? കഴിഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞോ? നമ്മൾ ഇതിൽ കുതി ചെയ്തോണ്ട് ഒന്നും അറിഞ്ഞില്ലാത്ത ഇതില്. ഞാനിവിടെ കയറി ഇരുന്നോണ്ട്, അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങി എല്ലാത്തിനും തപ്പിയെടുത്താൽ. അപ്പോൾ ശരി, ഞാൻ പോട്ടെ. 10:30 എനിക്ക് തന്നിരിക്കുന്ന ടൈം. കഴിഞ്ഞ് പോട്ടെ. അത് കഴിഞ്ഞു, പോട്ടെ. ഞാൻ ഇന്ന് പോവുകയാണ്. നല്ല മനോഷമുണ്ടോ? ഞങ്ങൾക്ക് രണ്ടുപേരും നാളെ കാലത്തെ സ്പെഷ്യൽ ഉള്ളതാണെന്ന്. എവിടെ പോകുന്നുണ്ടോ? നീ പോവാണോ? ഫുഡ് കഴിച്ച് വരാന്ന്. ഓക്കെ മോഹനേട്ടൻ, വീശിയിട്ട് വരാന്ന് പറഞ്ഞപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചു. ഓക്കെ, ഇപ്പൊ കഴിച്ചിട്ട് വരും. 2 ദോശ എടുത്ത് വീശിട്ട് വരാം. അപ്പോൾ ശരി, ഞാൻ പോട്ടെ. 10:30 എനിക്ക് ടൈം കഴിഞ്ഞു പോട്ടെ. ചേച്ചി പോവുകയാണോ? ഭയങ്കര സപ്പോർട്ടാണ് വിദ്യ. നിങ്ങൾ അത് മറക്കരുത്. നിങ്ങൾ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഷെയ്ൻ. സബിത ഹായ് പറയുന്നുണ്ട്. നാട്ടുകാർ, ഞാൻ തൃശ്ശൂർക്കാരാണ്, ഞാനും തൃശ്ശൂർക്കാരാണെന്ന് കാരച്ചാൽ പറഞ്ഞു. അതാണ് ഒണാളും കാരച്ചാൽ. ഞാൻ കാരച്ചാലിന്റെ കാര്യമാണ് മെയിനായിട്ട് പറഞ്ഞത് ഇപ്പോ. അപ്പൊ അതിനകത്ത് പറഞ്ഞ ഒണാളും അവിടുത്തെ ഭാഷ, 2 സ്ലാങ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതാണ് ഞാൻ ഈ നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ഇതിനകത്ത് ഞാൻ കയറുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പണ്ട് തൃശ്ശൂർ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ, പെൺപിള്ളാരെ അല്ല, തൃശ്ശൂർ ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു. ഞാൻ എല്ലായിടത്തും പറയല്ലോ, തൃശ്ശൂർ പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ ലോകത്ത് സുന്ദരികളെ ഭാഷയുടെ പറയുന്നത്. എന്ത് ചെയ്യാമെന്ന് സുഷി ചോദിക്കുന്നു. വിനിച്ചേട്ടൻ എവിടെ? ഞങ്ങൾ പറഞ്ഞെന്ന് പറയൂ. ചേതസിന് ഹായ് പറയുന്നുണ്ട് സുധിൻ. ചേതസ് പോയടാ, 7 മണിക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട്. സാറ് കാരച്ചാൽ ഹായ് പറയുന്നത്. നാട്ടു ഒണാളും ഞാനും നാട് തൃശ്ശൂർക്കാരാണ്, മനസ്സിലായി, അറിയാം ഞങ്ങൾ. കുരിപ്പേ ഹായ് എന്ന് പറയുന്നുണ്ട്. നാട്ടു ഗുഡ് നൈറ്റ് രാധു ആൻഡ് സാഗർ എന്ന് ശ്രീറാം പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഹായ് നാട്ടു, ഇപ്പോഴേ വീട്ടിൽ വന്നേ, അതാ ലൈവിൽ വരാൻ പറ്റാഞ്ഞെന്ന് പറയുന്നുണ്ട് മോഹനേട്ടൻ. നാട്ടുവിനടുത്ത് പറയുക. കുമ്പിടി ഹായ് എന്ന് നാട്ടു പറയുന്നുണ്ട്. അത് സാരമില്ല, ഞങ്ങൾ ഇന്ന് ലൈവ് നിർത്തിയിട്ട് എല്ലാവർക്കും വിളക്ക് കാണിച്ചു എന്ന് പറയും. നിർത്തിയിട്ടു എല്ലാവർക്കും വിളക്ക് കാണിച്ചു. ഓ, അയ്യപ്പ വിളക്ക് കാണിച്ചു, ലൈവ് നിർത്തി. ആണോ? നമ്മുടെ അയ്യപ്പ വിളക്കായിരുന്നോ? അന്ന് മലക്ക് പോകുമല്ലോ ഉണ്ടായിരുന്നു എല്ലാവരും. അങ്ങനെയാണോ? ചൂച്ചി ഞാൻ പോയി എന്ന് പറയുന്നുണ്ട് ശ്രീറാം. ഓഫീസിൽ എന്തോ പേപ്പർ വർക്കിലാണെന്ന് പറയുന്നുണ്ട്. ഓ, വിനിച്ചേട്ടൻ. ചൂച്ചി ഗുഡ് നൈറ്റ് എന്ന് ശ്രീറാം പറയുന്നുണ്ട്. ഇനിയും ആലോചിക്കാലോ, തൃശ്ശിവ പേരൂരെന്ന്. ഓ, ഇനി ആലോചിക്കാൻ. അയ്യട മോനെ അണ്ണാ, ഞാൻ പോട്ടെ എന്ന് ചിന്തു പറയുന്നത്. എല്ലാരും പോവാന്നോടെ? നാട്ടു കുരിപ്പേ എവിടെയെന്ന് കാരച്ചാൽ ചോദിക്കുന്നുണ്ട്. ഞാൻ പോകുക ശ്രീ എന്ന് പറയുന്നുണ്ട്. സുഷി ബൈ ഓൾ എന്ന് ശ്രീറാം പറയുന്നുണ്ട്. ഗുഡ് നൈറ്റ് ശ്രീ എന്ന് സുഷി പറയുന്നു. എന്റെ ലൈവിൽ ഇന്നും വന്നില്ല രണ്ടാളും എന്ന് പറയുന്നുണ്ട്. നാട്ടൂര് ലൈവ് അറിയുന്നില്ല. നാട്ടു അതല്ല, ഞാൻ വരാഞ്ഞത് ഒന്നും തോന്നരുത്. ഞാൻ സാധാരണ എല്ലാം കയറുന്നതാണ്. സാഗർ എന്നുള്ള നെയിമിൽ തന്നെ ആയിരിക്കും ഞാൻ അവിടെ വരുന്നത്. പക്ഷെ ഇത് എന്റെ ഡ്യൂട്ടി, എന്റെ ശരീരത്തിന്റെ ഇത് കൊണ്ട് ഞാൻ അന്ന് അധികം ഫോൺ അങ്ങോട്ട് ഉപയോഗിച്ചില്ല. ഇന്ന് ഇവിടെ വന്നിട്ടാണ് ഉപയോഗിച്ചത്. നാട്ടു എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈവ് നിങ്ങളുടെ ചാനലിൽ ഇടുക കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പ്രശാന്തനെ വിളിച്ചു പറയാം. അപ്പൊ ഞാൻ കയറിക്കോളാം. ഞാനിപ്പോ ഹൈഡ്രജൻ വാട്ടർ മെഷീനാണ് വർക്ക് ചെയ്യുന്നത് ചേട്ടാ എന്ന് പറയുന്നുണ്ട്. ഓ, മനസ്സിലായി. നമ്മുടെ സോജാന്റിയുടെ ഹസ്ബൻഡ്. എന്നിട്ട് സാഗർ ചേട്ടാ, ഞാൻ സുന്ദരിയല്ലോ. ആര് പറഞ്ഞു? സബിത ആര് പറഞ്ഞു നിങ്ങള് സുന്ദരിയല്ലെന്ന്? സൂപ്പറാണ് നിങ്ങൾ രണ്ടാളും.
നിങ്ങൾ അടിപൊളിയാണ്. നിങ്ങൾ അടിപൊളിയാണ്. നമ്മൾ അങ്ങനെ നമുക്ക് നമ്മുടെ സൗന്ദര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് അങ്ങനെ ഒരിക്കലും ഇത് ചെയ്യരുത്. നമുക്ക്